ഭരണം നടത്തിയ LDF UDF സർക്കാർ ഈ നാടിനെ കടക്കണിയിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടക്കണിയിലേക്ക് തള്ളിവിടുകയല്ലാതെ ഒരു ചെറിയ മൊട്ടുസൂചി ഉണ്ടാക്കുന്ന കമ്പനി പോലും അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനം പോലും ഈ നാട്ടിൽ കൊണ്ടുവരുവാൻ ഈ കഴിഞ്ഞ 10 വർഷക്കാലം തുടർച്ചയായിട്ട് ഭരിച്ച LDF ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. കിറ്റെക്സ് ഉൾപ്പെടെയുള്ള വിവിധ കമ്പനികൾ ഈ നാടിൽ നിന്നും കുറ്റിയും പറിച്ചുകൊണ്ട് അന്യ സംസ്ഥാനത്ത് പോയി കോടിക്കണക്കിന് രൂപയുടെ റവന്യൂ വരുമാനം കിട്ടേണ്ടത് ഇവിടെ ഇല്ലാതാക്കി. അതേസമയം മുഖ്യമന്ത്രിയും പരിവാരവും വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് ടൂറുകൾ നടത്തിക്കൊണ്ട് നമ്മുടെ ഖജനാവ് മുടിപ്പിക്കുന്ന അവസ്ഥയാണ് സംജാതമായിട്ടിരിക്കുന്നത്. ഈ നാട്ടിൽ കൂടെ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത് നോക്കുക, എത്രയോ വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ്. കഴിഞ്ഞ ഏതാണ്ട് 2-3 ദിവസങ്ങൾക്ക് മുന്നാണ് 1 കോടിയിൽ പരം രൂപയുടെ കാർ വാങ്ങുവാൻ വീണ്ടും അനുമതി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് കെടുകാര്യസ്ഥതയുടെ സാക്ഷ്യപത്രമായിട്ട് നമ്മുടെ ഗവൺമെൻറ് മാറിയിരിക്കുകയാണ്. ഈ ഒരവസരത്തിലാണ് നമ്മുടെ ത്രിതല പഞ്ചായത്ത് ഭരണം ആസന്നമായി ഇരിക്കുന്നത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളിതുവരെ നമ്മളെ ഭരിച്ചവർ നമുക്ക് അർഹമായിട്ടുള്ളത് ഒന്നും നമുക്ക് നൽകിയിട്ടില്ല. നമ്മുടെ ഈ വാർഡിൻ്റെ വികസനങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ടിയിരുന്ന കഴിഞ്ഞകാല ഭരണസമിതി ഈ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് അമനഗര നിവാസികൾ ഒരു വലിയ ഭയത്തിൻ്റെ കീഴിലാണ്. ഈ നാടിനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള ഒരു പ്ലൈവുഡ് ഫാക്ടറി ഈ നാട്ടിലേക്ക് അന്യ ദേശക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെയെങ്ങും സ്ഥലം കിട്ടാത്തത് കൊണ്ടാണോ പരിശുദ്ധവും പാവനവുമായ നാലമ്പലം സ്ഥിതി ചെയ്യുന്ന ഈ അമനഗരയുടെ മണ്ണിലേക്ക് ഒരു ഭൂതത്താനെ പോലെ നമ്മുടെ നാടിനെ നശിപ്പിക്കുവാൻ അവർ അന്യ നാട്ടുകാർ ഇവിടെ വന്ന ഒരു പ്ലൈവുഡ് കമ്പനി തുടങ്ങി നമ്മുടെ നാടിനെ നശിപ്പിക്കുവാൻ തന്നെയാണ് എന്ന് സംശയമില്ല. അതുപോലെ തന്നെ അതിൻ്റെ മറവിൽ ചില മത കച്ചവട താല്പര്യങ്ങളും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കമ്പനി ഇവിടെ വന്നാൽ ആ ഭാഗത്തുള്ള കുടിവെള്ളം നമുക്ക് ഉപയോഗിക്കുവാൻ പറ്റാതെ ആകുമെന്ന് ഇടതുപക്ഷ വലതുപക്ഷക്കാർക്ക് യാതൊരുവിധ സംശയവുമില്ല എന്ന് എന്നോട് സംസാരിച്ചതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, LDFും UDFും അവരുടെ സ്ഥാനാർത്ഥികൾ പറയുന്നു ഈ കമ്പനി ഇവിടെ വരാതിരിക്കുവാൻ അവരെ ജയിപ്പിക്കണമെന്ന്. LDF പറയുന്നു ഞങ്ങളെ ജയിപ്പിച്ചാൽ ആ കമ്പനിയെ ഞങ്ങൾ പൂട്ടിക്കും. UDF പറയുന്നു പ്ലൈവുഡ് ഫാക്ടറിയെ പൂട്ടിക്കാൻ ഞങ്ങളെ വിജയിപ്പിക്കുക. യഥാർത്ഥത്തിൽ ഇവിടെ ഇന്ത്യ മുന്നണിയാണുള്ളത് എന്ന് ഞാൻ ഈ പ്രദേശവാസികളോട് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹജനങ്ങളെ, നമ്മളെ കബളിപ്പിക്കാൻ മാത്രമാണ് ഇവർ ഇത്തരം തട്ടിപ്പ് വർത്തമാനങ്ങൾ പറയുന്നത്. രാത്രിയുടെ മറവിൽ ഇവർ ഒന്നാണ്, LDFും UDFും ഒന്നാണ്. ഈ കമ്പനി ഇവിടെ LDF വന്നാലും UDF വന്നാലും ഈ പ്ലൈവുഡ് ഫാക്ടറിക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല. മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അമനഗരയുടെ മണ്ണിനെ സ്നേഹിക്കുന്ന അമനഗര നിവാസികളെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഈ കമ്പനി ഇവിടെ പൂട്ടിച്ച് ഇവിടുന്ന് കെട്ടിക്കണമെങ്കിൽ അത് താമരയുടെ അടയാളത്തിൽ വിജയിപ്പിക്കിവിട്ടാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ പരിശുദ്ധ ഭൂമിയെ തകർക്കുവാൻ ഓടിയെടുക്കുന്ന ഒരു കമ്പനിക്കാരെയും അനുവദിക്കുകയില്ല എന്ന് ഞാൻ ശക്തമായിട്ട് ഉദ്ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി ശ്രീമാൻ നരേന്ദ്രമോദി ഈ രാജ്യത്തെ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഉയർച്ചയ്ക്കൊപ്പം നമ്മുടെ അമനഗര നാടും ഉയർന്നു വരണമെന്നുണ്ടെങ്കിൽ നമ്മളും ആ വലിയ പന്താവിലേക്ക് കൂടെ ചേർന്ന് നടക്കുവാൻ നമ്മളും ഉയർന്നു വരേണ്ടതുണ്ട്. ആ വലിയ ഒരു ഉയർച്ചയിലേക്ക് ഈ നാടിനെയും നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ താമരയുടെ അടയാളത്തിൽ നിങ്ങൾ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഇവിടെ വിജയിച്ച് ഈ വാർഡിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ തൊട്ടടുത്ത് കിടക്കുന്ന ഈ വഴി പ്രസിഡന്റ് രമ്യമായിട്ട് അത്
ഏറ്റവും രമ്യമായി പരിഹരിക്കാവുന്ന രീതിയിൽ ഇത് പരിഹരിക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. അതുപോലെ ഈ നാടിനെ കാർന്നു നിന്നുന്ന പ്രൈവറ്റ് ഫാക്ടറി ഇവിടെ വരാതിരിക്കുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഏറ്റവും വിനീതമായി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ആസന്നമായിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം, നിങ്ങൾ നാളിതുവരെ പിന്തുടർന്നു വന്ന രാഷ്ട്രീയ നിലപാടുകൾ നിങ്ങളെ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ആ തീരുമാനങ്ങൾ തിരുത്തുവാൻ, ഒരു വിപ്ലവകരമായ മാറ്റം ഇവിടെ കൊണ്ടുവരുവാൻ, ഈ രാജ്യത്തിന്റെ പുരോഗതിക്കൊപ്പം അമനകരിയും ഈ രാമപുരം പഞ്ചായത്തും പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് നയിക്കുവാൻ നമ്മുടെ കരങ്ങൾക്ക്, നമ്മളെ നയിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ, അദ്ദേഹത്തെ ലോകരാഷ്ട്രങ്ങൾ വരെ പാദപൂജ ചെയ്ത് ആ നേട്ടങ്ങൾ അവരുടെ നാട്ടിലേക്കും പകർത്തിയെടുക്കാൻ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ഓർക്കണം, അമനകരിയുടെ നാടും താമരയെ പുണരാൻ ഇനിയും വൈകേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് തരുവാനുള്ള മോഹന വാഗ്ദാനങ്ങൾ എൻ്റെ കയ്യിലില്ല. പക്ഷേ ഈ നാടിന് ആവശ്യമായ, ഇവിടുത്തെ കുട്ടികൾ മൊബൈലിന് അഡിക്റ്റ് ആയിട്ട്, ഇവിടുത്തെ മാത്രമല്ല നമ്മുടെ കുട്ടികൾ, പുതിയ തലമുറ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആയിട്ട് പോകുന്ന ഈ വേളയിൽ ഈ അമനകര വാർഡിൽ കൃത്യമായ ഒരു സ്ഥലത്ത് ഒരു പഞ്ചായത്തിന്റെ കുളം കുട്ടികൾക്ക് നീന്തൽ പഠിക്കുവാൻ ഇവിടെ കൊണ്ടുവരാമെന്ന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. അതുപോലെ അന്യം നിന്നുപോയ വോളിബോൾ കോർട്ട്, ആ വോളിബോൾ പോലുള്ള കളികൾ കുട്ടികളെ അതിലേക്ക് നയിച്ചു വിട്ടാൽ ഈ തലയും കുനിച്ചിരുന്ന് ഈ മൊബൈൽ നോക്കുന്ന ഏർപ്പാട് നമുക്ക് മാറ്റി നാടിനെ രക്ഷിക്കണം. പുതിയ തലമുറ വളർന്നു വരേണ്ടത് ഗ്രാമീണ പരിശുദ്ധിയോടെയാണ് എന്ന് ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. അതിനുവേണ്ട എല്ലാ പരിശ്രമങ്ങളും, ഏതെല്ലാം രീതിയിലുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികളും ഈ വാർഡിന്റെ ഓരോ മുക്കിലും മൂലയിലും എത്തിക്കുവാൻ എന്നെ കൊണ്ടാവുന്ന വിധം സാധിക്കുന്നു, ഞാൻ പ്രയത്നിക്കുമെന്ന് നിങ്ങൾക്ക് മുന്നിൽ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബോലോ ഭാരത് മാതാ കി ചേർക്കല പോകുന്നുണ്ടോ? ചേർക്കല